കയ്പ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളറിയാതെ തന്നെ കടന്നു വരും. പരിഹരിക്കപ്പെടാത്ത കോപമോ നീരസമോ കയ്പിലേക്ക് നയിക്കുന്നു. നിങ്ങളുടെ കയ്പ് നിങ്ങൾ ജീവിതത്തെ എങ്ങനെ കാണുന്നു എന്നതിന്റെ ഒരു ലെൻസായി മാറും. അങ്ങനെയെങ്കിൽ കയ്പ് എങ്ങനെ തിരിച്ചറിയാനും അതിൽ നിന്ന് മുക്തി നേടാനും കഴിയും? കയ്പിനെ കുറിച്ചും അതെങ്ങനെ ഒഴിവാക്കണമെന്നതിനെ കുറിച്ചും ബൈബിൾ പറയുന്നത് ഇതാ. കയ്പ് ഒരു പാപമാണെന്ന് ദൈവവചനം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. നിങ്ങൾ കയ്പ് നിറഞ്ഞവരായിരിക്കുമ്പോൾ നിങ്ങളെ പരിപാലിക്കാൻ ദൈവത്തിന് കഴിവില്ലെന്ന് നിങ്ങളൊരു പ്രസ്താവന നടത്തുന്നു. കയ്പ് നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളെയും ബാധിക്കുന്നു. നിങ്ങൾ കയ്പ് നിറഞ്ഞവരായിരിക്കുമ്പോൾ വരുന്ന മാറ്റം നിങ്ങൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങളിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക, നെഗറ്റീവ് കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, വിമർശിക്കുക. ആളുകളിലോ സാഹചര്യങ്ങളിലോ നല്ലത് കാണാൻ കഴിയുന്നില്ല, സ്വയം വിഡ്ഢിയാക്കുക. കയ്പ് എന്നാൽ കോപം അതിന്റെ ഉന്നതിയിലേക്ക് വരുന്നതാണ്. നിങ്ങളുടെ പരിഹരിക്കപ്പെടാത്ത കയ്പ് നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും ഒരു വിഷം പോലെയാണ്. ദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്നും മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിൽ നിന്നും ഈ പാപം നിങ്ങളെ തടയുന്നു. കയ്പ് ജീവിതത്തെ തടവിലാക്കുന്നു, സ്നേഹം അതിനെ മോചിപ്പിക്കുന്നു. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4:31 എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരമാധികാര ഭരണത്തിൽ നാം വിശ്വസിക്കാത്തപ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ കയ്പുണ്ടാകുന്നു. നമ്മൾ നമ്മുടെ കയ്പ് ദൈവസന്നിധിയിൽ പകരുമ്പോൾ ദൈവം തന്റെ സമാധാനം നമ്മിൽ പകരുന്നു. ഇനി താമസിക്കരുത്, ഈ കൈമാറ്റം ആസ്വദിക്കും. ക്രിസ്തു യേശുവിലൂടെ നിത്യതയ്ക്ക് ഉതകുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.